ഏറെ സ്നേഹമുള്ള വൈദികരെ, പ്രിയ സഹോദരരെ, മക്കളെ, ഇന്ന് മാർ തോമാസ് ശ്ലീഹായുടെ ഇടവക മധ്യസ്ഥനായ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ നമ്മൾ അനുസ്മരിക്കുകയും തിരുനാൾ മംഗളങ്ങളെ അവർക്ക് മേലെ സ്നേഹത്തോടുകൂടി ആശംസിക്കുകയാണ്. തോമാസ് ശ്ലീഹായുടെ വിശ്വാസ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് സിറോ മലബാർ സഭയുടെ ഏറ്റവും ആഘോഷപൂർവമായ ആരാധനാക്രമം, റാസക്രമം നമ്മളിവിടെ നടത്തുകയും ഇന്ന് റാസ കുർബാന അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുവാനും സന്ദേശം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് 3 അച്ഛന്മാർ മെയിൻ സെലബ്രൻ്റായിട്ട് പ്രധാന കാർമ്മികനായിട്ട് നിന്നുകൊണ്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ ദിവസത്തിൻ്റെ സന്ദേശം നൽകുകയും ചെയ്യുന്ന അച്ഛൻ ജിമ്മി ഓലിക്കൽ അച്ഛൻ പടമല പള്ളി വികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഈ സൈഡുള്ള അച്ഛനെ നമുക്കറിയാം, നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചതാണ്. തിരുനാളിന് റാസ കുർബാന നമുക്ക് വേണ്ടി അർപ്പിച്ച അച്ഛനാണ് ജിൻഡോ തട്ടവർമ്മൽ അച്ഛൻ സിയോൻ ധ്യാന കേന്ദ്രത്തിൽ ദ്വാരകയിൽ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അങ്ങേറ്റത്ത് നിൽക്കുന്ന അച്ഛൻ ടോണി എലങ്കുന്നേൽ അച്ഛൻ മാനന്തവാടി രൂപതയുടെ ദ്വാരകയിലുള്ള റേഡിയോ മാറ്റലി എന്നുള്ള വലിയ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അച്ഛനാണ്. ഒപ്പം മതക്കര ഇടവക വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അച്ഛന്മാർ 3 പേരെയും ഏറെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ദിവസം തോമാസ് ശ്ലീഹായുടെ പേരുള്ള എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഒപ്പം നമ്മളുടെ പ്രധാന കാർമ്മികനായിട്ട് നിന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ജിമ്മി അച്ഛൻ്റെ പേര് തോമസ് എന്നാണ്. അച്ഛൻ്റെ പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടുകൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. നമുക്കൊരു പൂ കൊടുത്ത് കൈയടിച്ച് അച്ഛനെ പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് സ്നേഹമുള്ളവരെ, എല്ലാവർക്കും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മരണത്തിരുനാൾ ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോട് നേരുകയാണ്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്നത്തെ ബലിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ മുഴുവനെയും ഇന്നത്തെ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച് എല്ലാ നിയോഗങ്ങളും ചേർത്ത് കർത്താവിൻ്റെ കരയിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ സാധിക്കാതെ രോഗികളായിട്ടോ മറ്റ് ബുദ്ധിമുട്ടുകളാലോ അവരെല്ലാം പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി ഇന്നത്തെ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ, സകല വിശുദ്ധരും, മാലാഖമാർ, ഇവരുടെയൊക്കെ സാന്നിധ്യം സ്മരിച്ച് ഏറ്റവും ഭക്തിയോടെ വിശുദ്ധിയോടെ നമുക്ക് ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടെ ബലിയർപ്പിക്കാം. Amen.
അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങളിലങ്ങു സദാ ആദരമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ തിരുവിവിടെ ഭവിക്കണമേ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നെ സ്തുലമഹിമാവാ. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനോട് രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകാൻ അങ്ങ് തിരുമനസ്സായല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ തോമാസ് ശ്ലീഹായെ ഭാരതത്തിന്റെ ശ്ലീഹായും വിശ്വാസത്തിൽ ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദൈവരഹസ്യങ്ങൾ ഭക്തിയാദരപൂർവ്വം അർപ്പിക്കാനും രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കാനും ഈ ദുഃഖരാന തിരുനാളിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ സ്തുതി പാടും. അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞ
ദൈവമേ എന്ന് വിളിച്ച് കർത്താവിൻ്റെ പാദാന്തത്തിലേക്ക് തൻ്റെ സ്നേഹത്തെ ചേർത്ത് നിർത്തിയ നമ്മുടെ സ്വന്തം വിശുദ്ധൻ ഉദ്ധാനത്തിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയതിനെ ഓർമ്മിപ്പിക്കുന്നു ശ്രീവാചുമ്പനം. കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ശ്ലീവ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാർഗമായിരിക്കട്ടെ എന്ന്, നമ്മുടെ വഴികളിൽ പ്രകാശമായിരിക്കട്ടെ എന്ന് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ഇത് ചുണ്ടോട് ചേർക്കാൻ. ആ വിശ്വാസത്തോടെ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് കടക്കാം. നമുക്കും ജീവിതത്തിൽ കടന്നു വരുന്ന കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ജീവിതത്തിൻ്റെ വലിയ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ഓരോരുത്തരെയും ചേർത്ത് നിർത്താൻ സാധിക്കാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വരവോടെ ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത ഞങ്ങൾ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്മരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യ നന്മകൾ നിറഞ്ഞ പിടിച്ചോട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ. ും
അത്യുന്നതാവിയുടെ നാമം പ്രകീർത്തിക്കുന്നതും ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരിയെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധാപൂർവം കേൾക്കുവേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 2, 8 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. അമ്പരമനവരദം ദൈവമഹത്വത്തെ പാടിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്ലീഹാദൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഈ വേദികയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലേശ്വരനാം ദൈവം ഭൂവിനുടയും രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ അറിവിൻ നിങ്ങൾ. പരിശോധിപ്പിൻ വേഗം സുവിശേഷത്തിൻ ദിവ്യപ്രഭയിൽ നിങ്ങൾ ശുചിയാക്കി ഭൂമിക ചിന്ത സരണികളെല്ലാം. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. വിശികാരാജൻ തന്നൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മ നിവേശത്ത.
വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ ഓതാം. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴികൾ കേകി ആദ്യം നിലയും വലിയൊരു നിധിഭൂമിൽ ഈ സ്വർഗ്ഗം ജീവൻ നൽകും ഔഷധമല്ലോ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശോമശിഖായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. യേശു അവരോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം. അതിങ്ങനെയാണ്, നമുക്ക് പോകാം അവരോട് കൂടി പോയി മരിക്കാൻ. ഇതൊരു ധൈര്യമാണ്. നമ്മൾ പലപ്പോഴും ഈ സംശയിക്കുന്ന തോമാസ് ലീഹയെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ധൈര്യമുള്ള ഒരു തോമാസ് ലീഹായും നമ്മുടെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ അനുഗ്രഹങ്ങളുമായി കർത്താവ് കടന്നു വരുമ്പോൾ അവന്റെ പദാന്തികത്തിലേക്ക് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചുകൊണ്ട് വീഴാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ രോഗദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാലഘട്ടങ്ങളിൽ ആശ്വാസവാക്കുകളുമായി സഹായഹസ്തങ്ങളുമായി കടന്നു വരുന്നവരുടെ മുഖങ്ങളിൽ ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവരുടെ നമ്മുടെ മേലെ ആശ്വാസമായി നീട്ടുന്ന കരങ്ങളിൽ ദൈവത്തിന്റെ മുറിവുകൾ, കർത്താവിന്റെ മുറിവുകൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളൊന്നും ആഘോഷിക്കുന്ന തിരുനാളുകൾക്ക് അർത്ഥമില്ലാതാകും. നാം ചൊല്ലിത്തെടുക്കുന്ന പ്രാർത്ഥനകൾക്ക് വെറും വാച്യാർത്ഥങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളിൽ പായിട്ട് മക്കളോടും ഭാര്യയോടും സഹോദരങ്ങളോടും ഭർത്താവിനോടും ഒക്കെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ലല്ലോ. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഓരോരുത്തരിലും ദൈവത്തെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, സാരമില്ലെന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്താൻ തോളിൽ കർത്താവിന്റെ ആശ്വാസം കാണാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മളൊക്കെ വെറും മനുഷ്യരെ മാറുന്നു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരുടെ ദൈവികതയെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ, നമുക്കും അവരുടെ കാൽപാദത്തിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നീ എന്റെ ദൈവമാണെന്ന് പറയാൻ പാകത്തിന്, നീ എന്റെ ദൈവമായി എന്റെ മുന്നിൽ അവതരിപ്പിച്ചവളാണെന്ന് പറയാൻ സാധിക്കുന്ന വിധത്തിൽ സ്നേഹബന്ധങ്ങൾ വളരുമ്പോൾ എങ്ങനെയാണ് അൾത്താരയിലേക്ക് വിശുദ്ധന് യാത്രയാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മുറിവുകളും സങ്കടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വിശുദ്ധിയിലേക്കുള്ള പടവുകളാണെന്ന് മനസ്സിലാക്കിയവരാണ് വിശുദ്ധന്മാർ. ബഥാനിയയിലേക്കുള്ള യാത്രയിൽ അവൻ നേരിടാൻ പോകുന്ന കല്ലേറുകളെ കുറിച്ച്, ചാട്ടവാറടികളെ കുറിച്ച്, ബുദ്ധിമുട്ടുകളെ കുറിച്ച്, കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്നിട്ടും മറ്റുള്ളവരൊക്കെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടും കർത്താവിന്റെ കൂടെ നമുക്ക് പോയി മരിക്കാം എന്ന് പറയാൻ ധൈര്യം കാണിച്ച
തോമാസ് സ്ലീഹായെ പോലുള്ള വിശുദ്ധര് ചവിട്ടിക്കയറിയ വിശുദ്ധിയുടെ പടവുകൾ എത്രമാത്രം പാടുപെട്ടതായിരുന്നു എന്ന്, എത്രമാത്രം മുള്ളുകൾ നിറഞ്ഞതായിരുന്നു എന്ന് നമുക്കറിയാം. എൻ്റെ പ്രാർത്ഥനകളുടെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന കർത്താവും ദൈവവുമായവനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ദുഃഖദാന തിരുനാളിൽ കർത്താവും ദൈവവുമായവനെ തിരിച്ചറിയാൻ വിശുദ്ധ തോമാസ് സ്ലീഹയെ പോലുള്ള വിശുദ്ധര് നടന്നു വന്ന വഴികളിലെ മുൾമണികളും മുൾച്ചെടികളും പരിത്യക്തതയും ഒറ്റപ്പെടുത്തലും കല്ലേറുകളും കുരിശും എല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തോമാസ് സ്ലീഹയുടെ മാധ്യസ്ഥ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമയും സകല വിശുദ്ധരും മലാഖമാരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. ഭാരതത്തിന്റെ ശ്രീകായും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ ശ്രീകായോടുകൂടെ നീതിമാന്മാരുടെ ഉയരപ്പിൽ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗ്യഭാഗ്യത്വവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അംഗീകാരത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ എഴുതാകുന്നു. ദൈവസ്വഭാവത്തിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പോഴും നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സുവിശേഷ അംഗങ്ങളാകാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരികത്തിൽ യോഗ്യരാക്കി. പിതാവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ജനങ്ങളുടെയും ഏവർക്കും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രംഗപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ധോജനം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്കിരുന്ന് ഭക്തിപൂർവ്വം തുടർന്നുള്ള കർമ്മങ്ങളിൽ പങ്കുചേരാം. പ്രാർത്ഥനയോടെ
സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വനങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കട്ടെ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാതിരകത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പരിശുദ്ധൻ
ശക്തിയാമുയർത്തും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായ ഞങ്ങളേവരും ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാനും വത്സരത്തിലെ വിധകാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകുവാൻ വേണ്ടി ബലിയങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാധനയർക്ക് വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന ദാസന്മാർക്കും ദാസികൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ എന്നൈക്യമാമേ. നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടി കർത്താവെന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതിനെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയത്തിനകമായ രഹസ്യങ്ങൾ ഉപദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ ഞങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ലോകാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവത്തിനു ബലിയർപ്പിക്കൂ. മരുഭികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരുഭികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അമർന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശുമിശിഹായുടെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭക്തിജനകവും പരിശുദ്ധവും ജീവദായ ദൈവികമായ രസത്തെ ഞങ്ങൾ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആരോഗ്യം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാന അവിടുന്ന് ആവശ്യിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിന്റെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിന്റെ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയോഹ പരീക്ഷാ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അപേക്ഷിക്കുന്ന അമ്പലത്തിൽ രക്ഷപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാനങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. തിരുനാമത്തിന് സ്തുതിയും നാഥനാങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി ഒപ്പം സ്വർഗത്തിൽ നിറങ്ങിയ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് സ്തോത്രം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സുവിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
സാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം നിനക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിനക്കായി സ്വർഗ്ഗത്തിൽ വിജയകിരീടം ഒരുക്കി. നിന്നെ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രോവേന്മാർ മഹത്വമർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ഞങ്ങൾ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും പ്രകാശമാനമായ ശ്രീവ ഭൂമിയിൽ തെളിയുകയും പാപകരത്തെ അകറ്റുകയും ചെയ്തു. നമ്മെ നവീകരിക്കുകയും സ്വർഗത്തെ ഭൂമി അനുഭവിക്കുകയും ചെയ്ത ആരാധ്യമായ കുറിച്ച് എല്ലാവരിലും വിസ്മയം ജനിപ്പിക്കുന്നു. സഹോദരനെ തന്റെ തിരുശരീരത്തിൽ നമുക്ക് ഭക്ഷണപാനങ്ങളായി നൽകിയ കർത്താവിനെ മഹത്വപ്പെടുത്തി നിങ്ങൾ ഈ ദാനം സ്വീകരിക്കുവാൻ. ഇന്നും സ്നേഹമായി തീരാ
നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുക. ടോമി തൊണ്ടംകുളത്തിൽ കുടുംബമാണ്. ആ കുടുംബത്തിൽ എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എല്ലാവരും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദിവസം മനോഹരമാക്കി തീർത്ത ഗായക സംഘത്തിലെ എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. പൂക്കളൊക്കെ വെച്ച് ദേവാലയം മനോഹരമായി അലങ്കരിച്ച നമ്മുടെ സിസ്റ്റേഴ്സിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. നേർച്ച ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൈക്കാരന്മാരെല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. നമ്മളുടെ അവതാര ശുശ്രൂഷി സുനിലും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. തിരുക്കർമ്മങ്ങളെ തുടർന്ന് എല്ലാവർക്കുമായിട്ട് ഒരുക്കിയിരിക്കുന്ന നേർച്ച ഭക്ഷണം പാച്ചോറ് നമുക്കായിട്ട് വിളമ്പപ്പെടുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മാർത്തോമാ ശ്ലീഹായുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം നേരുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് ആശീർവാദ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന സുദൃഢവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള ലോകരുടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ആത്മാശ്രീകാരുടെ ദുഃഖാന തിരുനാളിൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി. അവർണ്ണനീയമായ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. സുവിശേഷത്തിൻ സന്ദേശം ഭാരത നാടിനു നൽകിയിടാൻ മാർത്തോമായേ സ്വദേശം കരുണാപൂർവമയല്ലോ. വിശ്വാസത്തിൻ ഭാസുരമാ ദീപ്തിയിലെ വരുമണി ചേരാ സുവിശേഷം കതിർ ചൂടട്ടെ, സഭയിൽ സ്നേഹം വളരട്ടെ. വത്സലദാനൻ മാർത്തോമാ മാതൃക നിങ്ങൾ കേൾക്കട്ടെ, പ്രേഷിതരായി ജീവിക്കാൻ ജീവിത സാക്ഷ്യം നൽകിടാ. ജീവനഴും തിരുകുരിശാലെ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. Shiva,
ആത്മീയവും ശരീരവുമായ എല്ലാ വനങ്ങളാലും പരിശുദ്ധ കന്യാവരെ തിരഞ്ഞെടുച്ച ദൈവമായ കന്യകളുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ പിതാവിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേൽധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഗന്ധങ്ങളിൽ ദീക്ഷണമുള്ളവരുമാക്കി തീർക്കാൻ അവരെ സഹായിക്കണമേ. പ്രത്യേകമായ തിരുസഭയുടെ അധിപനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മെത്രാന്മാർക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിലെ കാരണഭൂതനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവും എല്ലാ സഹനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കും. ലോകത്തിൻ വഴികളിലുടരാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിൽ പരിമലരായി വന്നൊരു പുണ്യാത്മാ, പരിമലരായി വന്നൊരു പുണ്യാത്മാ, മോഹനമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദൈവം നീ, മോഹനമേലുയരും നഗരം നീ, മോഹനമാം നിർമ്മല ദൈവം നീ, ധരണിന്മേൽ വന്നിടുവാകവേ, വിനയമോടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വനങ്ങളാൽ വിശുദ്ധീകരിക്കാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ പിതാവിനും വിശുദ്ധ തോമസ് ശ്ലീഹായുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തിരുമനസ് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുശേഷിപ്പ് ചുംബിച്ച് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തോമസ് ശ്ലീഹയുടെ വിശ്വാസ ചൈതന്യത്തോട് 2 ലൈനായിട്ട് കണ്ടുപിടിക്കുന്നു. ചുംബിച്ചവർ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങാം. നേർച്ച ഭക്ഷണം തിരിച്ചിട്ടുണ്ട്. അത് കൈക്കാരന്മാരും അതുപോലെ സഹകരിക്കുന്നവരും അതിൻ്റെ ധന്യങ്ങളും വിതരണം ചെയ്യുന്നതാണ്. എല്ലാവരും സ്നേഹത്തോടുകൂടി പങ്കുചേരുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥന നേരുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ആനന്ദം കതിരു കണ്ടു